ബഹുമാന്യനായ പൊതുമരാമത്ത് മിനിസ്റ്റർ മന്ത്രി യാസ് അവറുകൾ നന്ദി രേഖപ്പെടുത്താൻ വാക്കുകളില്ല. ഇന്ത്യയിൽ തന്നെ റെസ്പോൺസിബിലിറ്റി ടൂറിസത്തിൽ നമ്പർ 1 ആക്കി നമ്മുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുക്കലിൽ നടത്തിയ ശ്രമങ്ങൾ ബേപ്പൂര് ഒട്ടനവധി ആളുകൾ ജനപ്രതിനിധികളായെങ്കിലും ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ബേപ്പൂർ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ നാടിന്റെ എല്ലാ മേഖലകളിലും കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെന്റുകളിലെ വിശിഷ്യ റോഡുകളുടെ പ്രവർത്തനങ്ങളിൽ 6 വരി പാത സാക്ഷാത്കരിക്കുന്നതിൽ പുതിയ നാഷണൽ ഹൈവേകൾ എത്തിക്കുന്നതിൽ പലതും പറയാൻ പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റോടും മോഹൻജാമിസ്റ്റോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ഇന്ത്യയിൽ യുഎന്റെ കീഴിലുള്ള യുനെസ്കോയുടെ സാഹിത്യ അക്കാദമി എന്ന പദവി 2023 ഒക്ടോബർ 23 നമ്മുടെ കോഴിക്കോട് നഗരിക്ക് ലഭിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ ആ കോഴിക്കോട് നഗരിക്ക് അത് ലഭിക്കാനുണ്ടായ കാരണം നമ്മുടെ ഈ പ്രദേശം അഥവാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 400 കൊല്ലം മുമ്പ് വിദേശ പ്രതിനിധികൾ ഒട്ടനവധി ഗ്രന്ഥങ്ങളുമായി വരുമ്പോൾ റമദാനു ശാലിയാത്തി അതൊരു ഉത്സവമാക്കി മാറ്റിയിരുന്നു നമ്മുടെ ചാലിയും പരിസരവും. യുനെസ്കോയുടെ നേതൃത്വത്തില് കോഴിക്കോടിന് സാഹിത്യ അക്കാദമി സാഹിത്യ നഗരിയെ സ്വീകരിച്ചതിൽ പ്രധാന കാരണങ്ങൾ ഒന്ന് ഇവിടുത്തെ ലൈബ്രറികളാണ്, 2 ഇവിടുത്തെ പ്രസാധകരാണ്, 3 ഇവിടുത്തെ സാഹിത്യകാരന്മാരാണ്. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് അതിൽ ഖാലി മുഹമ്മദ് മലയാള ഭാഷക്ക് ലിപി തുടങ്ങുന്നതിന് മുമ്പ് 400 വർഷം മുമ്പ് മുഹിദ്ദീൻമാല രചിച്ചത്. ആ ഖാലി മുഹമ്മദിനെ ഇന്നും വേണ്ട രൂപത്തിൽ ലോകത്തിന് അറിയില്ല. അപ്പൊ ഒരു സാഹിത്യ അക്കാദമി നമ്മുടെ ഈ മണ്ഡലത്തിൽ, നമ്മുടെ കോഴിക്കോട് പരിസരങ്ങളിൽ വരണം. അത് ഖാലി മുഹമ്മദിന്റെ പേരിലായിരിക്കണം. ഇതൊരു മതത്തിന്റെ ചിഹ്നമല്ല. ആദ്യമായി അറബി മലയാള ഭാഷ ലിപി വരുന്നതിന് മുമ്പ് മുഹിദ്ദീൻമാല ഇന്ന് അതേക്കുറിച്ച് തീസിസ് എടുത്തവർ, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നവർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത് പഠിപ്പിക്കപ്പെടുന്നവർ, അതിന്റെ ഓരോ ആശയങ്ങൾ, അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, പൊറ്റേക്കാട്, ഇങ്ങനെ തുടങ്ങിയ എണ്ണിയാൽ തീരാത്ത അത്രയും സാഹിത്യകാരന്മാർ. സത്യത്തിൽ ജാതിയും മതവും വർഗവും വേർതിരിച്ച് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും വരുമ്പോ എല്ലാവരും ഒന്നിപ്പിക്കുന്നതിൽ പ്രധാന ഘടകമാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് ആദ്യമായി അറിവനുസരിച്ച് ഒരു ലൈബ്രറി വന്നത് നമ്മുടെ പരിസരത്താണ്. പക്ഷേ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഇവിടെ എത്ര ലൈബ്രറികളുണ്ട്, ആ ലൈബ്രറികൾ എത്രമാത്രം ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്, ആ ലൈബ്രറികൾ വായനക്കാർ എത്ര പേരുണ്ട്. ഏതായിരുന്നാലും ഈ മണ്ഡലം ടൂറിസത്തിൽ 1ാം സ്ഥാനത്ത് വളരെ ശ്രദ്ധേയമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്പർ 1 ആക്കുന്ന പോലെ റെസ്പോൺസിബിലിറ്റി ടൂറിസത്തില് നമ്മുടെ പഞ്ചായത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആക്കിയ പോലെ സാഹിത്യ രംഗത്തുകൂടി നമ്മുടെ ഈ പ്രവർത്തന മേഖല, സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം രൂപീകരിക്കുമ്പോ അത് 100 കൊല്ലം മുമ്പാണ്. അന്ന് 8ഓളം വലിയ പ്രഗത്ഭരായ പണ്ഡിത നേതൃത്വം, പ്രസിഡന്റ് നമ്മുടെ സോണിൽ നിന്നാണ്, 8 നേതാക്കൾ നമ്മുടെ സോണിൽ നിന്നാണ്.
ഞാനതെല്ലാം ബാക്കി പിന്നീട് പറയാം. പ്രതിനിധികൾക്ക് തിരക്കുള്ളത് കൊണ്ട് ഏതായിരുന്നാലും ഇത് പരിഗണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി ധാരാളം പ്രഭാഷകരുണ്ട്. നന്ദി പ്രഭാഷണമൊക്കെ അവസാനത്തിൽ നടത്താമെന്ന് പറഞ്ഞ് എന്റെ സംസാരം ഉപസംഹരിക്കും.